വലവിരിക്കണം വേണ്ടിടത്ത് വേണ്ട പോലെ വാൾകിടക്കണം ദേഷ്യം കെട്ടണം നാണം മാറ്റണം വേണ്ടിടന്നല്ലായ തൊട്ടി ഇലയിരിക്കണം വാളൊരു കാണുമ്പോൾ നേരെ നിൽക്കണം ഓരോരു കാലത്തൊട്ട് തലകിടക്കണം നേതാവ് ഇന്ന് നേതാവ് നാളെ രാജാവ് എന്നും നേതാവ് നേതാവ് ഇന്ന് നേതാവ് നാളെ രാജാവ് എന്നും നേതാവ്. ആതുരസേവന രംഗത്ത് മികവ് തെളിയിച്ച് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയവരുടെ കൂടെ ജോലി ചെയ്ത് സ്വന്തമായി ഒരു അവാർഡ് പോലും വാങ്ങാതെ ഹോം നേഴ്സായി ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്ന പാലായിൽ നിന്ന് വരുന്ന മോളെയും ചേർത്തലയിൽ നിന്ന് വരുന്ന നെൻസി. കായിക മേഖലയിൽ സ്വർണവും വെള്ളിയും വെങ്കലവും മൺകലവും വാങ്ങി നമ്മുടെ രാജ്യത്തിന് അഭിമാനം നേടിക്കൊടുത്ത വനിതകളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് കൈക്കുഴ തെറ്റിപ്പോയ മുടിയൂർക്കരയിൽ നിന്നും വന്ന ഷൈമോൾ. ഭർത്താവ് വക്കീലാണെങ്കിൽ ഞാൻ ജഡ്ജിയമ്മയാണെന്ന അഹങ്കാരത്തോടെ കുമരകത്തു നിന്ന് വരുന്ന മറിയമ്മ. പാചകകലയിൽ മിസ് കേരളം മാറ്റിയവരെ പോലെ നേടുന്ന കൈപുണ്യമാണ് എന്ന് സ്വയം പ്രശംസിക്കുന്നവർ ഒരു എക്സിക്യൂട്ടീവ് ഷെഫാണെന്ന് അഹങ്കരിക്കുന്ന ആലപ്പുഴയിൽ നിന്ന് വരുന്ന ലൗലി. സൗന്ദര്യ മത്സരത്തിൽ ഐശ്വര്യറായി പോലെ വരുന്ന സൗന്ദര്യം തനിക്ക് മാത്രമാണ് ഉള്ളത് എന്ന അഹങ്കാരത്തോടെ മേക്കപ്പ് ചെയ്ത് പാലായിൽ നിന്ന് വന്ന കൊച്ചുനാളാണ്. ഹലോ, ഇവിടെ കുഞ്ഞുങ്ങളെ നോക്കുവാൻ പാടുപെടുന്ന സഹോദരി ആശ്വാസം പകരുന്നതിനായി കുഞ്ഞുങ്ങളെ നോക്കുന്നത് PhD എടുത്ത ആളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ
മരുമകളെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കുരുത്തക്കെട്ടവൻ, കുരുത്തക്കെട്ടവൻ, പണ്ടെങ്ങാണ്ട് പഠിക്കാൻ വിട്ടപ്പോ മലക്കലെ മാവിനെ കല്ലെറിയില്ലേ. കുരുത്തക്കെട്ടവൻ, കുരുത്തക്കെട്ടവൻ. ആണ്ടി, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മരുമകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അമ്മായിയമ്മമാരെ കുറിച്ച് എന്താണോ നിങ്ങളുടെ അഭിപ്രായം? പഞ്ചായത്തിൻ ആഘോഷാസാരി കൊണ്ടത്, ബ്രഹ്മാണ്ടത്തിൻ ആഘാതം ഉണ്ടെന്നോണത്ത്, അന്നതി ജാതിയാ ചാടയാ മൂടിയാ, ഇതുങ്ങളെ നാട്ടിലെ തോക്കിനും പേടിയാ. നിങ്ങളുടെ ഇടവക പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നു? നിങ്ങളുടെ ഇടവകയെ കുറിച്ച് അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആട്ടെ, കേൾക്കട്ടെ. കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം. എന്താണ് നിങ്ങളുടെ കുടുംബത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? അനുഗ്രഹത്തിൻ അധിപതി, അനന്തകൃപ പെരുന്നതി. അനുഗ്രഹത്തിൻ അധിപതി, അനന്തകൃപ പെരുന്നതി. അതെ,